ഹായ് ഓൾ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് 5ലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് ആണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നോക്കാം. എന്താണ് ഡിസാസ്റ്റർ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആകാം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാകാം. അത് ആക്സിഡൻറ്റ്, നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളിയൊക്കെ സംഭവിക്കുന്നതാകാം. ഇത് മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെയോ എൻവയറൺമെൻറ്റിൻ്റെയോ എന്തെങ്കിലും പ്രോപ്പർട്ടി, ബിൽഡിംഗ് ഇതുപോലത്തെ ഇതിൻ്റെ ഡാമേജിന് കാരണമാകുന്നതോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അതിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാകുന്നതോ ഒക്കെ ആയിട്ടുള്ള ദുരന്തങ്ങളാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് വെച്ചിട്ട് നമുക്കിതിനെ നേരിടാൻ സാധിക്കാവുന്നതിനും അപ്പുറത്തുള്ള ദുരന്തങ്ങളെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 പ്രകാരമുള്ള ഡെഫിനേഷനാണ്. നമുക്ക് നോക്കാം. ഡിസാസ്റ്റർ മീൻസ് എ കാറ്റാസ്ട്രോഫ്, മിസ്ഹാപ്പ്, കലാമിറ്റി ഓർ ഗ്രേവ് ഒക്കറൻസ് in any area arising from natural or man-made causes or by accident or negligence which results in substantial loss of life or human suffering or damage to and destruction of property or damage to degradation of environment and is of such nature or magnitude as to be beyond the coping capacity of the community of the affected area. അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തുള്ള ഒരു ആഘാതം സൃഷ്ടിക്കുന്നതാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി. നമുക്ക് 2010 ഒരു പോളിസി വന്നിട്ടുണ്ട്. അത് പ്രകാരമുള്ള ഡെഫിനിഷൻ നോക്കിയാലോ. ഡിഫൈൻസ് ഡിസാസ്റ്റർ ആസ് എ സീരിയസ് ഡിസ്റപ്ഷൻ ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് എ സൊസൈറ്റി കോസ്ഡ് ബൈ എ ഹസാർഡ് ഓർ അതർവൈസ് ഹാവിംഗ് വൈഡ് സ്പ്രെഡ് ഹ്യൂമൻ, മെറ്റീരിയൽ ഓർ എൻവയറൺമെൻറ്റൽ ആൻഡ് അതർ ലോസസ് which exceed the ability of the affected society to cope using its own resources. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡെഫിനിഷൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി പ്രകാരം, പോളിസിയുടെ കീഴിൽ ഡിസാസ്റ്റേഴ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വേൾഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് കഴിഞ്ഞ ഡിഗ്രി മെയിൻസിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ അതങ്ങ് പഠിച്ചു പോവുക. ഒന്നാമത്തെ കാറ്റഗറി വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ആദ്യത്തെ നോക്കൂ, ഫ്ലഡ്, ഡ്രോട്ട്, കോസ്റ്റൽ ഇറോഷൻ, തണ്ടർ ആൻഡ് ലൈറ്റനിങ്, സൈക്ലോൺ ആൻഡ് സ്റ്റോംസ്. ഇതെല്ലാം വാട്ടറും ക്ലൈമറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സാണ്, നമുക്കറിയാം അല്ലേ. നെക്സ്റ്റ് ജിയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ. ഭൂമിക്ക് അടിയിലുള്ള പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അത് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലുള്ള എന്തെങ്കിലും ജിയോളജിക്കൽ പ്രോസസ്സ് കാരണം ഉണ്ടാകുന്ന ഡിസാസ്റ്റർ. അപ്പോൾ നോക്കാം. ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് മഡ് ഫ്ലോ, എർത്തുക്വേക്ക്, ഡാം ഫെയിലിയർ, സുനാമി, ഡാം ബേസ്റ്റ് എക്സെട്ര. ഇതെല്ലാം ഈ സെക്കൻഡറി ആയിട്ട് വരും. ഈ ജിയോളജിക്കൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് കാരണം ഉണ്ടാകുന്ന ഡിസാസ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി 3 എന്ന് പറയുന്നത് കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. ലീക്കേജ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽസ് അറ്റ് ദ ടൈം ഓഫ് ദെയർ മാനുഫാക്ചർ, processing and transportation, disasters due to manufacture, storage, use of transportation of products, pesticides etc. and waste produced during the manufacturing process etc. അപ്പോൾ ഇതെല്ലാം കെമിക്കൽസുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ട്. നെക്സ്റ്റ് ഏതാണ്, ഈ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള ചെർണോബിലുണ്ട്, ഫുക്കുഷിമയുണ്ട് അല്ലേ. നെക്സ്റ്റ് ബയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. നമ്മൾ 2-3 വർഷമായിട്ട് ഫേസ് ചെയ്യുന്നത് കോവിഡ് ഓർമ്മിക്കുക. കോവിഡ് പാൻഡമിക് ബയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ്. എപ്പിഡമിക്, ക്യാറ്റിൽ എപ്പിഡമിക്, ഫുഡ് പോയ്സണിങ്, പെസ്റ്റ് അറ്റാക്ക് എക്സെട്ര. അപ്പോൾ ക്യാറ്റിൽ എപ്പിഡമിക്കിന് മേഴ്സ് ഉണ്ട്, ആന്ത്രാക്സ് ഉണ്ട്, പിന്നെ എന്താണ്, പെസ്റ്റ് അറ്റാക്കിന് ഈ ഇടയ്ക്ക് ലോക്കസ്റ്റ് അറ്റാക്ക് ഒരു 2 വർഷം മുമ്പ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ആഫ്രിക്കൻ റീജിയനിൽ ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഓർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ കാറ്റഗറി മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ്. ഫോറസ്റ്റ് ഫയർ, അർബൻ ഫയർ, വില്ലേജ് ഫയർ, ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റർ. നമുക്കറിയാം പുറ്റിങ്ങൽ അല്ലേ, വെടി അപകടം ഉണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് റോഡ്, റെയിൽ, എയർ ആക്സിഡൻറ്റ്സ്, ബോട്ട് ക്യാപ്സൈസിങ്, ഓയിൽ സ്പിൽ, മേജർ ബിൽഡിംഗ് കൊളാപ്സ്, സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്, ഇല്ലിസിറ്റ് ലിക്വർ ട്രാജഡി, ഡ്രഗ് അബ്യൂസ്, ഡ്രൗണിംഗ്, ടാങ്കർ ലോറി മിസ്ഹാപ്പ്, പൊല്യൂഷൻ, ഫാമിലി സൂയിസൈഡ്, എൻവയറൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ്, കമ്മ്യൂണൽ റൈറ്റ്സ്, സ്റ്റാമ്പേഡ് എക്സെട്ര. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നതാണോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. എപ്പോഴും ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ദുരന്തങ്ങളെ നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ. ഇതെല്ലാം ഒന്ന് ഓർമ്മിക്കുക, ഇതിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ ഈ 5 കാറ്റഗറിക്കകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ഒന്ന് ഓർമ്മിക്കുക. കാരണം ഇത് രണ്ടും തിരിച്ച് ചോദിക്കാം. ഓക്കെ,
അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ വന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ദ കാറ്റഗറി 1 ഓഫ് ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഡിസാസ്റ്റർ അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി 2010 ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് കാറ്റഗറി 1 വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലേ. ഫ്ലഡ്, ഡ്രോട്ട്, കോസ്റ്റൽ ഇറോഷൻ, തണ്ടർ ആൻഡ് ലൈറ്റിംഗ്, സൈക്ലോൺ ആൻഡ് സ്റ്റോം. ഓക്കെ, അപ്പോൾ ജിയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഇതിന് തിരിച്ച് ചോദിക്കാം എന്നല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സുനാമി ഇവിടെ കിടപ്പുണ്ട്. സുനാമി എന്ന് പറയുന്ന കാറ്റഗറി 2 ആണ് അല്ലേ. ജിയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഭൂമിക്കടിയിലുള്ള പ്ലേറ്റ് മൂവ്മെൻറ്റ്സിൻ്റെ ഫലമായിട്ട് സുനാമി ഉണ്ടാകാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ബോഡി ഓഫ് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് ആൻഡ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് വിച്ച് പെർട്ടൈൻ ടു വേരിയസ് സ്റ്റേജസ്. പ്രീ ഡിസാസ്റ്റർ ആകാം, ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്താകാം, പോസ്റ്റ് ഡിസാസ്റ്റർ ആകാം, ഓഫ് ഡിസാസ്റ്റർ അറ്റ് ഓൾ ലെവൽസ്. ഓക്കെ, ഈ സമയങ്ങളിൽ ഈ 3 ഫേസസിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച പോളിസിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫേസ്, ഈ 3 ഫേസിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ പ്രിവെൻഷൻ, മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർഡ്നെസ്. ആ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതകളെ നമ്മൾ കുറയ്ക്കുക, ഉണ്ടായാൽ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫേസ്. അത് ഡ്യൂറിങ് ഫേസ്, ഡിസാസ്റ്റർ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത്. മൂന്നാമത് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കുക, അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്സിനെ നേരെ പണിയുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റിക്കവറി, റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ എല്ലാം പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ വരുന്നതാണ്. ഇതും ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫേസിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിലൊക്കെ വരുന്നതെന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫ്രെയിംവർക്ക്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ലെവലിൽ ഡിസാസ്റ്ററെ നേരിടാനുള്ള ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോ രാജ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളുമെല്ലാം അവരുടെ പോളിസീസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാദ്യം നമുക്ക് നോക്കാം. 1994 ഒരു വേൾഡ് കോൺഫറൻസ് ഓൺ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ജപ്പാനിലെ യോക്കോഹാമ എന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഈ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ യോക്കോഹാമ സ്ട്രാറ്റജി എന്ന ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുകയും 1990 മുതൽ 2000 വരെയുള്ള ആ ഒരു ഡെക്കേഡിനെ ഇൻ്റർനാഷണൽ ഡെക്കേഡ് ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ എന്ന ഡെക്കേഡായിട്ട് ആചരിക്കുകയും ചെയ്തു. ആ ഒരു 10 വർഷത്തേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു യോക്കോഹാമ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹ്യോഗോ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. അതും ഒരു 10 ഇയർ പ്ലാനാണ്. 2005 തൊട്ട് 2015 വരെ അഡോപ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഈ ഹ്യോഗോ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെൻഡായ് ഫ്രെയിംവർക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. സെൻഡായ് ഫ്രെയിംവർക്ക് ഒരു ഡിസാസ്റ്റർ റിഡക്ഷൻ 2015 തൊട്ട് 30 വരെയാണ്. ഇതെല്ലാം ജപ്പാനിൽ വെച്ച് നടന്ന മീറ്റിംഗ്സിൽ ഉണ്ടാക്കിയ ഫ്രെയിംവർക്ക്സ് ആണ്. ഇനി ഹ്യോഗോ കൺവെൻഷൻ പ്രകാരമുള്ള ഫ്രെയിംവർക്ക് പ്രകാരമാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 നിലയിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ സെൻഡായ് ഫ്രെയിംവർക്ക് അതുപോലെ ആ ഒരു ഫ്രെയിംവർക്ക് അടിസ്ഥാനമാക്കി നമ്മൾ അതിനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് 2016. അത് നമ്മൾ പഠിക്കും വിശദമായിട്ട്. ഓക്കെ, ഇനി ഗ്ലോബൽ ലെവലിൽ ഡിസാസ്റ്റർ റിഡക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സംഘടനയാണ് UN ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് UN ഇൻ്റർനാഷണൽ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അല്ലെങ്കിൽ UNISDR എന്ന പേരിലായിരുന്നു. ഓക്കെ, 1999 ഫോം ചെയ്തത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇപ്പോൾ ഇതിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സെൻഡായ് ഫ്രെയിംവർക്ക് നടപ്പിലാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 2005 ആദ്യമായിട്ട് ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഒരു ആക്ട് വരുന്നത്. ആ ആക്ട് പ്രകാരം ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കാണ് ആ ആക്ടിൻ്റെ കീഴിലുള്ള ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ആക്ട് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതായത് സെൻട്രൽ ഗവൺമെൻറ് ലെവലിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ലെവലിലും ഡിസ്ട്രിക്റ്റ് ലെവലിലും എല്ലാം പല ബോഡീസ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതെല്ലാം ഈ 3 ലെവലിലും വരുന്നതാണ്. നമുക്ക് ഏതാണ് ആദ്യം നോക്കാം. സെൻട്രൽ ലെവലിൽ കണ്ടോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പം സെൻട്രൽ മിനിസ്ട്രി അതിൻ്റെ കീഴിൽ നോഡൽ മിനിസ്ട്രി ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് കീഴിൽ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ഹോം സെക്രട്ടറിയാണ് അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. നെക്സ്റ്റ്, ഈ നോഡൽ മിനിസ്ട്രി ആയിട്ടുള്ള ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഉണ്ട്.
നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സും ഉണ്ട്. ഓക്കെ, ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് നടത്താൻ പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കാനാണ്. രണ്ടാമത്തത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ ഉണ്ടായാൽ അവിടെ ചെന്ന് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നമ്മുടെ ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉള്ളത്. അതിൻ്റെ കീഴിൽ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ചെയർമാൻ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ഇനി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാണ് ഒരു ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉള്ളത്. അത് അതത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സിൻ്റെ കീഴിലായിരിക്കും. ഇപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലത്തിലുള്ള ആക്ടിവിറ്റി എല്ലാം ഇവിടെയാണ് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 എനാക്ട് ചെയ്ത ദിവസം, വർഷം, മാസമൊക്കെ നോക്കൂ. 2005 ഡിസംബർ 26 എനാക്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ 79 സെക്ഷൻസും 11 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. 79 സെക്ഷൻസും 11 ചാപ്റ്റേഴ്സുമാണ് ഈ ആക്ടിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. സെക്ഷൻ 3 ആണ്, ഓർമ്മിക്കുക. ഓക്കെ, the national authority shall consist of a chairperson and such member of other members or not exceeding 9 കൂടരുത് as may be prescribed by the central government. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആണ് ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത്. അതർ മെമ്പേഴ്സ് എന്താണ് 9 കൂടാൻ പാടില്ല നേരത്തെ പറഞ്ഞു. അത് ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? ചെയർപേഴ്സൺ ആണ്, അതായത് പ്രൈം മിനിസ്റ്റർ ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. ദ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ അതോറിറ്റി may designate one of the members nominated to be vice chairperson of the national authority. മെമ്പേഴ്സിൽ ഒരാളെ അദ്ദേഹം വൈസ് ചെയർപേഴ്സണായിട്ട് നോമിനേറ്റ് ചെയ്യും. 2005 മെയ് 30 നിലവിൽ വന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നിലവിൽ വന്നത് 2005 മെയ് 30. ഓക്കെ, ഇതിന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കിട്ടിയത് പക്ഷേ 2005 ഡിസംബർ 23. ഓക്കെ, നെക്സ്റ്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ചുമതലകൾ? നാഷണൽ അതോറിറ്റി ഷാൾ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ലേയിങ് ഡൗൺ പോളിസീസ്. ഓക്കെ, പോളിസീസ് രൂപീകരിക്കുക. നാഷണൽ പ്ലാൻ രൂപീകരിച്ച് കഴിഞ്ഞാൽ, നാഷണൽ പ്ലാൻ രൂപീകരിക്കുന്ന നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നമ്മൾ പഠിക്കും. അപ്പോൾ അവരുടെ പ്ലാനിനെ അംഗീകരിക്കുക. വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സും മിനിസ്ട്രീസും ഒക്കെ ഉണ്ടാക്കുന്ന പ്ലാൻസിനെ അംഗീകരിക്കുക. ഗൈഡ് ലൈൻസ് ലേ ഡൗൺ ചെയ്യുക. ഓക്കെ, lay down guidelines to be followed by different ministries and department. Coordinate the enforcement and implementation of the policy and plan for disaster management. പല മേഖലകളിലുള്ളതിനെ ഒന്ന് ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക. റെക്കമെൻഡ് ദ പ്രൊവിഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ദ പർപ്പസ് ഓഫ് മിറ്റിഗേഷനുള്ള ഫണ്ട് റെക്കമെൻഡ് ചെയ്യുക. നെക്സ്റ്റ്, പ്രൊവൈഡ് സച്ച് സപ്പോർട്ട് ടു അതർ കൺട്രീസ് എഫക്റ്റഡ് ബൈ മേജർ ഡിസാസ്റ്റേഴ്സ് ആസ് മേ ബി ഡിറ്റർമൈൻഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഉദാഹരണം, നമ്മൾ തുർക്കിയിലെ ഭൂചലന സമയത്ത് നമ്മൾ കാശൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ദുരന്ത പ്രവർത്തനങ്ങൾക്ക് സഹായം ഓഫർ ചെയ്യുക. Next, take such other measures for the prevention of disaster or the mitigation or preparedness and capacity building for dealing with the threatening disaster situation or disaster as may be considered necessary. Lay down broad policy and guidelines for the functioning of National Institute of Disaster Management. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കുക. ഓക്കെ, ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ ഓർക്കുക, സമാനമായിട്ടുള്ള ചുമതലകൾ തന്നെയാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്കും ഉള്ളത്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്കും ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ അഡ്വൈസറി കമ്മിറ്റി ബൈ നാഷണൽ അതോറിറ്റി. ഇത് നാഷണൽ അതോറിറ്റിക്ക് കീഴിലൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? സെക്ഷൻ 7 പറയുന്നത്. ദ നാഷണൽ അതോറിറ്റി മേ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ അഡ്വൈസറി കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ഹാവിംഗ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് of the disaster management at national, state or district level to make recommendation on different aspect of disaster management. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഏകോപിപ്പിച്ച് കൊണ്ടൊരു കമ്മിറ്റി രൂപീകരിക്കും. ഓക്കെ, റെക്കമെൻഡേഷൻസ് തരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഓക്കെ, ഇവരാണ് കുറച്ചുകൂടെ നയങ്ങളെല്ലാം രൂപീകരിക്കുന്നത്, പ്ലാൻ എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അപ്പോൾ നോക്കാം, സെക്ഷൻ 8 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പറ്റി പറയുന്നത്. ഇതിൻ്റെ എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ ആരാണ്? ദ സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ചാർജ് ഓഫ് മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാവിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതായത് ഇതിൻ്റെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്ന് പറയുന്നത് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കും. Secretaries to the Government of India in the Ministries of Departments having administrative control of the
agriculture, atomic energy, defense, drinking water and supply, environment, forest, finance, health, power, rural development, science and technology, space, communication, urban development, വാട്ടർ റിസോഴ്സസ്, ചീഫ് ഓഫ് ദ ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്, നമ്മുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഉണ്ടെന്നുള്ളതൊന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും അംഗങ്ങൾ ഇതിൽ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ്, ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മേ ഇൻവൈറ്റ് എനി അതർ ഓഫീസർ ഓർ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ എനി മീറ്റിംഗ് ഓഫ് ദ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി and shall exercise such powers and perform such functions as may be prescribed by the central government in consultation with the national authority. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുവാണ് ഏതെങ്കിലും പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരെയും ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. എന്താണ് ഇവരുടെ പവേഴ്സും ഫങ്ഷൻസും നോക്കാം. ദ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷാൾ അസിസ്റ്റ് നാഷണൽ അതോറിറ്റി. ഇപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചുമതല. ഓക്കെ. in discharge of its functions and have the responsibility for implementing the policies and plans. അപ്പോൾ കുറച്ചുകൂടി ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ നിൽക്കുന്നത് ഇവരാണ്. ആൻഡ് എൻഷുർ ദ കംപ്ലൈൻസ് ഓഫ് ഡയറക്ഷൻസ് issued by the central government for the purpose of disaster management in the country. അപ്പോൾ നമ്മുടെ നാഷണൽ അതോറിറ്റി രൂപീകരിക്കുന്ന പോളിസീസും പ്ലാൻസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡയറക്ഷൻസ് കംപ്ലൈൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് മറ്റ് ലക്ഷ്യങ്ങൾ. ആക്ട് ഇസ് കോർഡിനേറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ബോഡി. ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്യുക, പല ഡിപ്പാർട്ട്മെൻറ്റുകളെ മോണിറ്റർ ചെയ്യുക, പ്ലാൻ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. പ്രിപ്പയർ നാഷണൽ പ്ലാൻ ടു ബി അപ്രൂവ്ഡ് ബൈ ദ നാഷണൽ അതോറിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു ആ പ്ലാൻ ഉണ്ടാക്കുന്നത് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ NEC ആണ്. നെക്സ്റ്റ്, കോർഡിനേറ്റ് ആൻഡ് മോണിറ്ററിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ നാഷണൽ പോളിസി. ലേ ഡൗൺ ഗൈഡ് ലൈൻസ് ഫോർ ദ പ്രിപ്പയർ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ് ബൈ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ്. പല പല മിനിസ്ട്രീസും ഉണ്ടാക്കുന്ന പോളിസീനെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ലൈൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, മോണിറ്റർ, കോർഡിനേറ്റ് ആൻഡ് ഗീവ് ഡയറക്ഷൻസ് റിഗാർഡിംഗ് മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർനെസ് മെഷേഴ്സ് ടു ബി ടേക്കൺ ബൈ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ്. ഇവാലുവേറ്റ് ദ പ്രിപ്പയർനെസ് അറ്റ് ഓൾ ഗവൺമെൻറ് ലെവൽസ്. ഓക്കെ. പ്ലാൻ ആൻഡ് കോർഡിനേറ്റ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അത് ഉദ്യോഗസ്ഥർക്കും ഒക്കെയുള്ള റെസ്ക്യൂ വർക്കേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് NECയുടെ ചുമതലകൾ. ഇനി നാഷണൽ പ്ലാൻ. ഇവരുണ്ടാക്കുന്ന നാഷണൽ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 11 ആണ്. നാഷണൽ പ്ലാൻ ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ദ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഹാവിംഗ് റിഗാർഡ് ടു ദ നാഷണൽ പോളിസി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് എക്സ്പേർട്ട് ബോഡീസ് ഓർ ഓർഗനൈസേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടു ബി അപ്രൂവ്ഡ് ബൈ ദ നാഷണൽ അതോറിറ്റി. അതായത് പല പല സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ട് നാഷണൽ പോളിസി ഉണ്ടാക്കുക, അപ്രൂവ് ചെയ്യുന്നത് നാഷണൽ അതോറിറ്റിയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഇവിടെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാഷണൽ പ്ലാൻ ഉണ്ടാക്കുന്നത് NEC ആണോ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് NEC ആണെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കുക. നെക്സ്റ്റ്, ചാപ്റ്റർ 3 സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസിനെ പറ്റി പറയുന്നത്. ദ സ്റ്റേറ്റ് അതോറിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് ദ ചെയർപേഴ്സൺ ആൻഡ് സച്ച് മെമ്പേഴ്സ് ഓഫ് അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 9. ഇവിടെയും 9 കൂടാൻ പാടില്ല. സംസ്ഥാന ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അത്രയും ആൾക്കാർ ഈ അതോറിറ്റിയിൽ മെമ്പർ ആയിരിക്കും. ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ചെയർപേഴ്സൺ. എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ ചീഫ് മിനിസ്റ്ററും NDMAയുടെ എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുമാണ്. ഓക്കെ. മറ്റ് മെമ്പേഴ്സ് ചീഫ് മിനിസ്റ്ററെ കൂടാതെ 8 മെമ്പേഴ്സ് ഈ ഇതിലുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. അത് ആരാ നോമിനേറ്റ് ചെയ്യുന്നത്? ചെയർപേഴ്സൺ, ചീഫ് മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന മറ്റ് 8 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ആരൊക്കെയാണുള്ളത്? ഇതിൽ ഒരു മെമ്പറിനെ അദ്ദേഹം തന്നെ വൈസ് ചെയർപേഴ്സണായിട്ട് നോമിനേറ്റ് ചെയ്യും. പിന്നെ ദ ചെയർപേഴ്സൺ ഓഫ് ദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി NEC ഉള്ളതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഒരു SEC ഉണ്ടായിരിക്കും. അപ്പോൾ ഈ SECയുടെ ചെയർപേഴ്സൺ ആയിരിക്കും ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ CEO എന്ന് പറയുന്നത്. SECയുടെ ചെയർപേഴ്സണാണ് നമ്മുടെ നാഷണൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ CEO. ഓക്കെ. എന്തൊക്കെയാണ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ലെവലിൽ പോളിസീസും ഗൈഡ് ലൈൻസും ഉണ്ടാക്കുക എന്നുള്ളതാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഫങ്ഷൻ. ഓക്കെ. അതേ ഫങ്ഷൻ തന്നെയാണ് സ്റ്റേറ്റ് ലെവലിലും. നാഷണലിൽ ഉണ്ടാക്കുന്ന പോളിസീസും ഗൈഡ് ലൈൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നാഷണൽ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. അതുപോലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കുന്ന
എന്താണ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പിന്നെ സ്റ്റേറ്റിന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് SEC ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ് അതോറിറ്റിയെ പറ്റി പഠിക്കാം. കണ്ടോ, പോളിസീസും പ്ലാൻസും ഒക്കെ ലേ ഡൗൺ ചെയ്യുക, എന്താണ് അപ്രൂവ് ചെയ്യുക, സ്റ്റേറ്റ് പ്ലാൻ അപ്രൂവ് ചെയ്യുക. ആരാ? നാഷണൽ അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് SEC പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ് പ്ലാന് അപ്രൂവ് ചെയ്യുക. അപ്രൂവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ് പ്രിപ്പയർഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ്, ലേ ഡൗൺ ഗൈഡ് ലൈൻസ്, കോർഡിനേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ് പ്ലാൻ, റെക്കമെൻഡ് പ്രൊവിഷൻ ഫണ്ട്. ഇപ്പോൾ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് അധികാരങ്ങളും SDMAയ്ക്കും NDMAയ്ക്കും ആണ് ഉള്ളത്. ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ആണ് കൊടുക്കേണ്ടത്, മിറ്റിഗേഷനുള്ള ഫണ്ട് അല്ലാതെ ഡിസാസ്റ്ററിനെ നേരിടാനുള്ള ഫണ്ട് എല്ലാം എത്ര ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് SDMAയും NDMAയും ആണ്. ഓക്കെ, റിവ്യൂ ദ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഓഫ് ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ്, review the measures being taken for mitigation, capacity building and preparedness by the departments. Okay. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിനെപ്പറ്റി പറയുന്നത് സെക്ഷൻ 20-ലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ അതോറിറ്റി അസിസ്റ്റ് ചെയ്യാനാണ് NAC ഉള്ളത്, അതുപോലെ സ്റ്റേറ്റ് അതോറിറ്റി അസിസ്റ്റ് ചെയ്യാനാണ് SEC ഉള്ളത്. അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം നടപ്പിലാകുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് ആരൊക്കെയാണുള്ളത്? ചീഫ് സെക്രട്ടറി ആണ് ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി ആയിരിക്കും. 4 സെക്രട്ടറീസ് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന 4 ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറീസ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷാൾ ഹാവ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ നാഷണൽ പ്ലാൻ ആൻഡ് സ്റ്റേറ്റ് പ്ലാൻ. ഇവർക്ക് എക്സ്ട്രാ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, നാഷണൽ പ്ലാൻ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ആൻഡ് ആക്ട് as ദ കോർഡിനേറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ബോഡി ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റർ ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ഇവരുടെ പവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയും. കുറച്ച് ഗ്രൗണ്ട് ലെവലിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരാണല്ലോ. അപ്പോൾ കൺട്രോൾ, റെസ്ട്രിക്റ്റ് വെഹിക്കുലർ ട്രാഫിക്, അത് എങ്ങോട്ടുള്ള വൾണറബിൾ അല്ലെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്കോ അവിടെ നിന്നുള്ളയോ ട്രാഫിക്കിനെ മാനേജ് ചെയ്യും. കൺട്രോൾ ആൻഡ് റെസ്ട്രിക്റ്റ് ദ എൻട്രി ഓഫ് എനി പേഴ്സൺ. ഇതേ സ്ഥലത്ത് ഏതെങ്കിലും ആൾക്കാരാണ് പോകുന്നതെങ്കിൽ അവരുടെ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യും. റിമൂവ് ഡെബ്രീസ്, കണ്ടക്ട് സെർച്ച് ആൻഡ് ക്യാരി ഔട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ. അപ്പം ഈ മാലിന്യങ്ങൾ അവിടെ കുന്നുകൂടി കിടക്കുന്നതെല്ലാം മാറ്റിയാലേ നമുക്ക് ഉള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം റെസ്ക്യൂ ഓപ്പറേഷൻ എല്ലാം കണ്ടക്ട് ചെയ്യുക. പ്രൊവൈഡ് ഷെൽട്ടർ, ഫുഡ്, ഡ്രിങ്കിങ് വാട്ടർ, എസെൻഷ്യൽ പ്രൊവിഷൻസ്, ഹെൽത്ത് കെയർ, ഈ കാര്യങ്ങളെല്ലാം ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഗീവ് ഡയറക്ഷൻ ടു ദ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതെല്ലാം ആരുടെയാണ്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചുമതലകളാണ്. Next, require experts and consultants in the field of disasters to provide advice and assistance for rescue and relief. Procure exclusive preferential use of amenities from any authority or person as when required. അപ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ഉദാഹരണം നമുക്ക് എന്താണ്, കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് നമ്മൾ ബോട്ടൊക്കെ എടുത്തായിരുന്നു അല്ലേ, ഇപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എല്ലാം പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് പ്ലാൻ രൂപീകരിക്കുക എന്നുള്ളത് കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചുമതലയാണല്ലോ. അപ്പോൾ സെക്ഷൻ 23-ലാണ് ഈ സ്റ്റേറ്റ് പ്ലാനിനെ പറ്റി പറയുന്നത്. There shall be a plan for disaster management for every state to be called the State Disaster Management Plan. State plan shall be prepared by the State Executive Committee, having regard to the guidelines laid down by national authority, and after such consultation with the local authority, district authorities and people's representatives as the State Executive Committee may deem fit. ഇപ്പോൾ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു സ്റ്റേറ്റ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാന ചുമതല. നെക്സ്റ്റ്, ചാപ്റ്റർ 4-ലാണ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അഥവാ DDMA പറ്റി പറയുന്നത്. സെക്ഷൻ 25 കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ലോക്കൽ അതോറിറ്റി ഹൂ ഷാൾ ബി ദ കോ ചെയർപേഴ്സൺ. അവിടെ ഇപ്പോൾ ജില്ലയുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആ ഒരു ഏരിയയിലുള്ള ലോക്കൽ ബോഡി ഏതാണ് അതിൻ്റെ ഇലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ഇതിൻ്റെ കോ ചെയർപേഴ്സൺ. എക്സ് ഒഫീഷ്യോ കോ ചെയർപേഴ്സൺ ഇദ്ദേഹമായിരിക്കും. ഇനി ട്രൈബൽ ഏരിയയിലാണെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. 6th ഷെഡ്യൂൾ പ്രകാരമുള്ള ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരിക്കും ഇവിടെയുള്ള കോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട് അതോറിറ്റി എക്സ് ഒഫീഷ്യോ ഒരു മെമ്പർ ആയിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട് അതോറിറ്റി എന്ന് പറയുന്നത്
ഒരു മെമ്പറായിരിക്കും. നെക്സ്റ്റ് ആരൊക്കെയാണുള്ളത്? ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ് കാണും, എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട്. ചീഫ് മെഡിക്കൽ ഓഫീസർ കാണും. നോട്ട് എക്സീഡിംഗ് 2 other district level officers to be appointed by the state government. In any district where ജില്ലാ പരിഷത്ത് exists, the chairperson of thereof shall be co-chairperson. നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ co-chairperson, ജില്ലാ പഞ്ചായത്താണെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രയും അംഗങ്ങളാണ് ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഡിസ്ട്രിക്ട് അതോറിറ്റി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ SDMAയുടെയും NDMAയുടെയും സമാനമായിട്ടുള്ള പവേഴ്സാണ് ഇതിനുള്ളത്. ദ ഡിസ്ട്രിക്ട് അതോറിറ്റി ഷാൽ ആക്ട് as the district planning, coordinating and implementing body for disaster management and take all measures for the purpose of disaster management in the district in accordance with the guidelines laid down by the national authority, state authority. ഇപ്പോൾ സ്റ്റേറ്റ് അതോറിറ്റി നാഷണൽ അതോറിറ്റിയും പറയുന്ന ഗൈഡ്ലൈൻസ് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് നടത്തുക. ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് പ്ലാനിനെ പറ്റി സെക്ഷൻ 31 പറയുന്നത്. ഡിസ്ട്രിക്ട് പ്ലാൻ ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ദ ഡിസ്ട്രിക്ട് അതോറിറ്റി. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നുമില്ല. ഓക്കെ, ആരുടെ തന്നെയാണ്? DDMAയുടെ തന്നെയാണ്. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ തന്നെ ചുമതലയാണ്. നമുക്ക് മറ്റിടത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നാഷണൽ ലെവലിൽ നമുക്ക് NEC ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ DDMA തന്നെയാണ് ചെയ്യേണ്ടത്. ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് പല സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ലോക്കൽ അതോറിറ്റീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്ലാനിൽ ഉണ്ടാകേണ്ടത്? വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ്, ജില്ലയിലെ ഏരിയാസ് ഏതൊക്കെയാണ്, അവിടെ എന്തൊക്കെ ഡിസാസ്റ്റേഴ്സാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കേണ്ടത് പ്രിവെൻഷന് വേണ്ടിയും മിറ്റിഗേഷന് വേണ്ടിയും, കപ്പാസിറ്റി ബിൽഡിംഗ്, പ്രിപ്പയർഡ്നെസ് മെഷേഴ്സ് ഒക്കെ എടുക്കുക. ഡിസ്ട്രിക്ട് പ്ലാൻ ആനുവലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഡിസ്ട്രിക്ട് അതോറിറ്റി ഷാൽ സെൻഡ് കോപ്പി ഓഫ് ഈ പ്ലാന് ആർക്ക് സെൻഡ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് അതോറിറ്റിക്ക് കൊടുക്കുക. സ്റ്റേറ്റ് അതോറിറ്റി ആർക്ക് കൊടുക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കും. ദ ഡിസ്ട്രിക്ട് അതോറിറ്റി ഷാൽ റിവ്യൂ ഫ്രം ടൈം ടു ടൈം ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ ആൻഡ് ഇഷ്യൂ സച്ച് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ പ്ലാനിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സമയാസമയം റിവ്യൂ ചെയ്യുക. നെക്സ്റ്റ്, ലോക്കൽ അതോറിറ്റി ചാപ്റ്റർ 6 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 41 പറയുന്നത് ലോക്കൽ അതോറിറ്റീനെ പറ്റി. എന്തൊക്കെയാണ് ഫംഗ്ഷൻ? എൻഷുർ ദാറ്റ് ഇറ്റ്സ് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആർ ട്രെയിൻഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഓക്കെ, ലോക്കൽ ലെവലിലുള്ള എംപ്ലോയീസും എല്ലാം ട്രെയിനിങ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ ദാറ്റ് റിസോഴ്സസ് റിലേറ്റിംഗ് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആർ സോ മെയിൻറ്റൈൻഡ് ആൻഡ് ടു ബി റെഡിലി അവൈലബിൾ ഫോർ ദി യൂസ്. അപ്പോൾ ഏറ്റവും ആ ഒരു ഫസ്റ്റ് കോൺടാക്റ്റ് ആയിട്ടിരിക്കുന്നത് ഈ ലോക്കൽ അതോറിറ്റിയാണ്. ഇപ്പോൾ ജില്ലയും സംസ്ഥാനവും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒന്നുമല്ല ഏറ്റവും അടുത്ത് ഈ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ. ഓരോ സ്ഥലത്തെയും ലോക്കൽ അതോറിറ്റിയാണ്. അപ്പോൾ ഇതിനെ നേരിടാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റെഡി ആയിട്ട് ഉപയോഗിക്കാൻ എളുപ്പത്തിന് സൗകര്യപൂർവ്വം ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എൻഷുർ ദാറ്റ് all construction projects under each or within its jurisdiction conform to the standards and specifications laid down for prevention of disasters and mitigation by the national authority, state authority and district authority. അപ്പോൾ ഇവർ പറഞ്ഞത് പ്രകാരമുള്ള കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് മാത്രമേ നടപ്പിലാകുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ലോക്കൽ അതോറിറ്റീസാണ്. ക്യാരി ഔട്ട് റിലീഫ്, റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ ദ അഫക്റ്റഡ് ഏരിയ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റേറ്റ് പ്ലാൻ ആൻഡ് ഡിസ്ട്രിക്ട് പ്ലാൻ. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റി എല്ലാം നടപ്പിലാക്കേണ്ടത് ഇവരാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 7 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്കൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും പഠന മെറ്റീരിയൽസും ഒക്കെ ഫോം ചെയ്യാനും നമുക്കൊരു ഓർഗനൈസേഷൻ വേണം അല്ലേ. അപ്പം അങ്ങനെ ചാപ്റ്റർ 7 പറയുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. സെക്ഷൻ 42 പറയുന്നത് ഇറ്റ് ഷാൽ ഫംഗ്ഷൻ വിത്തിൻ ദ ബ്രോഡ് പോളിസീസ് ആൻഡ് ഗൈഡ്ലൈൻസ് ലെയ്ഡ് ബൈ ദ നാഷണൽ അതോറിറ്റി. നമ്മൾ ആദ്യം നാഷണൽ അതോറിറ്റിയുടെ ഫംഗ്ഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള പോളിസി ഫോം ചെയ്യുന്നത് NDMA ആണ്. ഓക്കെ, ആൻഡ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആൻഡ് പ്രൊമോട്ടിംഗ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ ദ ഏരിയ നടത്തുക. നെക്സ്റ്റ്, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണൽ ലെവൽ ഇൻഫർമേഷൻ ബേസ് റിലേറ്റഡ് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി. ഒരു ഡേറ്റ മാനേജ്മെൻറ്റ് ഒരു ബേസ് ഉണ്ടാക്കുക. ദെൻ പ്രിവെൻഷൻ മെക്കാനിസം ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻ നടത്തുക. ഡെവലപ്പ് ട്രെയിനിങ് മൊഡ്യൂൾസ്, അണ്ടർടേക്ക് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ട്രെയിനിങ് മൊഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുക. ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് എ കോംപ്രഹെൻസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പ്ലാൻ. പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻ നാഷണൽ ലെവൽ പോളിസി ഫോർമുലേഷൻ. Provide assistance in national level policy formulation. Develop educational materials, promote awareness. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാനും അവയർനെസ് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ചുമതലകൾ ഇവർക്കുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പണ്ട് അറിയപ്പെട്ടിരുന്നത് 1995 നിലവിൽ വന്നത്. അന്ന് അറിയപ്പെട്ടിരുന്നത് നാഷണൽ സെൻറ്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് NCDM എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്.
അപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ രാജേന്ദ്ര രത്നു എന്ന് പറയുന്ന IAS ഓഫീസറാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 8 നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണം കേരളത്തിൻ്റെ ഫ്ലഡ് വന്ന 2018 സമയത്തൊക്കെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 44 പറയുന്നത് എന്താണ് പർപ്പസ്? സ്പെഷ്യലിസ്റ്റ് റെസ്പോൺസ് ടു ത്രെട്ടനിങ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ ഓർ ഡിസാസ്റ്റർ. ഇപ്പോൾ ഡയറക്ടർ ജനറലാണ് ഇതിൻ്റെ ഹെഡായിട്ടിരിക്കുന്നത്. 2006 നിലവിൽ വന്നത്. ഇപ്പോൾ അതുൽ കർവാൾ എന്ന് പറയുന്ന ഒരു IPS ഓഫീസറാണ് ഇതിൻ്റെ ഡയറക്ടർ ജനറൽ, അതുൽ കർവാൾ. ഓക്കെ, മോട്ടോ എന്താണ്? ആപ്ദ സേവത സദൈവ് സർവത്ര. ആപ്ദ സേവ സദൈവ് സർവത്ര എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മോട്ടോ. ഓക്കെ, നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. പക്ഷേ ഇത് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ നാഷണൽ ലെവലിലുള്ള ആക്ടിൻ്റെ പുറത്ത് വന്ന ഒരു ബോഡി അല്ല. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കേരള സർക്കാർ രൂപീകരിച്ചാണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് NDRF എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാപ്റ്റർ 8 കീഴിൽ സെക്ഷൻ 44 കീഴിൽ നിലവിൽ വന്നതാണ്. പക്ഷേ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉള്ള ഒരു ബോഡിയല്ല, സ്റ്റേറ്റ് രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഫോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനം മലപ്പുറത്തുള്ള പാണ്ടിക്കാടാണ്. അണ്ടർ ദ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം. അപ്പോൾ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഹോം മിനിസ്ട്രിയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. കമാൻഡഡ് ബൈ സൂപ്രണ്ട് ഓഫ് പോലീസാണ് ഇതിനെ കമാൻഡ് ചെയ്യുന്നത്. മെമ്പേഴ്സ് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ. ഇപ്പോൾ കേരളത്തിൻ്റെ പല റീജിയനിലോട്ട് എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട് വിന്യസിച്ചിട്ടുണ്ട്. NDRF ആണ് പക്ഷേ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ നമുക്ക് ഒരു നിധി വേണം, ഫണ്ട് വേണം അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് ചാപ്റ്റർ 9 സെക്ഷൻ 46 ദ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഷാൾ ബി മെയ്ഡ് അവൈലബിൾ ടു ദ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ടു ബി അപ്ലൈഡ് ടുവേർഡ്സ് മീറ്റിംഗ് ദ എക്സ്പെൻസസ് ഫോർ എമർജൻസി റെസ്പോൺസ്, relief and rehabilitation in accordance with the guidelines laid down by the central government in consultation with the national authority. നാഷണൽ അതോറിറ്റിയാണ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പോളിസി കാര്യങ്ങൾ ഗൈഡ് ഒക്കെ കൊടുക്കുന്നത്. ഇതിനെ ആരുടെ ഡിസ്പോസലിലാണ് ഇരിക്കുന്നത്? ഡിസ്പോസൽ ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്. അപ്പം ഒരു ഡിസാസ്റ്റർ വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഫണ്ട് കൊടുക്കുന്നത് നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിൻ്റെ കീഴിലാണ്. സെക്ഷൻ 47 ഈ ഫണ്ട് അതിൻ്റെ കീഴിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഫോർ പ്രോജക്ട്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് മിറ്റിഗേഷൻ ആൻഡ് ദർ ഷാൽ ബി ക്രെഡിറ്റഡ് ദർ ടു സച്ച് എമൗണ്ട് വിച്ച് സെൻട്രൽ ഗവൺമെൻറ് മേ ആഫ്റ്റർ ഡ്യൂ അപ്രോപ്രിയേഷൻ മെയ്ഡ് ബൈ പാർലമെൻറ്റ് ബൈ ലോ ഇൻ ദിസ് ബിഹാഫ് പ്രൊവൈഡ്. ഇപ്പോൾ പാർലമെൻറ്റ് ഒരു ആക്ടിൻ്റെ പുറത്ത് അതിനെ ബേസ് ചെയ്ത് എടുത്താൽ മാത്രമേ ഇത് വിനിയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് ഷാൽ ബി അപ്ലൈഡ് ബൈ നാഷണൽ അതോറിറ്റി. ഓക്കെ, നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ നാഷണൽ ലെവലിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടും നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടും ഉള്ളതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടുണ്ട്, ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടുണ്ട്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടുണ്ട്. ഇതെല്ലാം സെക്ഷൻ 48 കീഴിലാണ് ഉള്ളതെന്ന് ഓർമ്മിക്കുക. നെക്സ്റ്റ് ആനുവൽ റിപ്പോർട്ട്. ആരാണ് ആനുവൽ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്? ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത് നോക്കാം. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഒരു വർഷത്തിലൊരിക്കൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്യും, അത് പാർലമെൻറ്റ് 2 ഹൗസിലും സബ്മിറ്റ് ചെയ്യും. സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് സ്റ്റേറ്റ് അതോറിറ്റിയാണ് എല്ലാ വർഷവും റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെൻറ് 2 സഭയുണ്ടെങ്കിൽ 2 സഭ അല്ലെങ്കിൽ ഒരു സഭ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ മുന്നിൽ സമർപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് പീനൽ പ്രൊവിഷൻസ് ആണ്. ചാപ്റ്റർ 10 പറയുന്നത്. ഈ ആക്ട് പ്രകാരമുള്ള കുറച്ച് ഒഫൻസസും പണിഷ്മെൻറ്റ്സും ഒക്കെ പറയുന്നുണ്ട്. സെക്ഷൻ 51 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഒബ്സ്ട്രക്ഷൻ ഓർ നോട്ട് കംപ്ലയൻസ് ഓഫ് ദ ഡയറക്ഷൻസ് ഗിവൺ ബൈ സെൻട്രൽ സ്റ്റേറ്റ് NEC, SEC, DDMA. അപ്പോൾ ഇവരൊക്കെ കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് നടപ്പിലാക്കിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയാലോ ഉള്ള ശിക്ഷ അപ് ടു 1 year ഇംപ്രിസൺമെൻറ്റ് ഓർ ഫൈൻ ഓർ ബോത്ത്. ഇനി ഇത് കാരണം എന്തെങ്കിലും ജീവനോ അപകടം വല്ലതും സംഭവിച്ചാലോ വളരെ വലിയ ഡേഞ്ചറൊക്കെ ഉണ്ടായാലോ 2 വർഷം വരെ തടവിലും ഇടാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 52 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഫോൾസ് ക്ലെയിം ഫോർ ഒബ്റ്റൈനിങ് റിലീഫ് അസിസ്റ്റൻസ്. അപ്പോൾ കാശ് കിട്ടാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം ജയിൽവാസവും കിട്ടും, ഫൈനും കിട്ടും. നെക്സ്റ്റ് പണിഷ്മെൻറ്റ് ഫോർ ദ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ദ മണി ഓർ മെറ്റീരിയൽസ്.
കാശോ മെറ്റീരിയലോ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്താൽ 2 വർഷം ജയിലും ഫൈനും കിട്ടും. സെക്ഷൻ 53 ആണ്. 54 പ്രകാരം ഒഫൻസസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്, അത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനാണ് താൻ കുറ്റക്കാരനല്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യതയുള്ളത്. നെക്സ്റ്റ് 56 റെഫ്യൂസൽ ടു പെർഫോം എനി ഡ്യൂട്ടി ബൈ എനി ഓഫീസർ, ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ 1 വർഷം തടവ് അല്ലെങ്കിൽ പിഴ. ഓക്കെ, നെക്സ്റ്റ് പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ ഓഫ് എനി ഓർഡർ ഫോർ റിക്യൂസിഷനിങ് 1 ഇയർ ഇംപ്രിസ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനോ ബോത്തോ. അപ്പോൾ എന്തെങ്കിലും ഒരു അഭ്യർത്ഥന നടത്തി കഴിഞ്ഞാൽ അത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം പിഴ അല്ലെങ്കിൽ രണ്ടും കൂടെ 1 വർഷം തടവോ പിഴയോ ഒരുമിച്ചോ എങ്ങനെ വേണമെങ്കിലും കിട്ടാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നാഷണൽ ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഒരു ആക്റ്റ് ഉണ്ട്. ആക്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, നമുക്കൊരു പോളിസി വേണം അല്ലേ, അപ്പോൾ ഒരു നയം വേണം. അപ്പോൾ 2009 വന്നത്. നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഫോം ചെയ്തത്. It has a vision to build a safe and disaster resilient India by developing a holistic, proactive, multi-disaster oriented and technology driven strategy through a culture of prevention, mitigation, preparedness and response. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു നിങ്ങളിപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഇപ്പോൾ ഒരു പോളിസി, ഈ ഒരു ചിലപ്പോൾ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ് ഉള്ളൊരു 4 ഫേസസ് ഉള്ളൊരു പിക്ചർ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഈ ഒരു പോളിസിയുടെ ഭാഗമാണ്. അതുപോലെ സേഫ് ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ഇന്ത്യ, അതിന് ഹോളിസ്റ്റിക് ആയിരിക്കണം, പ്രൊയാക്റ്റീവ് ആയിരിക്കണം, മൾട്ടി ഡിസാസ്റ്ററിനെ നേരിടാൻ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണിത്. ഓക്കെ, ഇനി NDPM അഡ്രസ്സസ് ദ കൺസേൺസ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ഇൻക്ലൂഡിങ്, കണ്ടോ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ്, വിമൺ, ചിൽഡ്രൻ, എല്ലാ ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പിലായിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് പോളിസിയാണ് 2009. ഓക്കെ, ഇനി നമുക്കൊരു പ്ലാൻ ഉണ്ട് 2016. ഇപ്പോൾ സെൻഡായി ഫ്രെയിംവർക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻഡായി ഫ്രെയിംവർക്കിനനുസരിച്ച് നിൽക്കുന്ന ഒരു പ്ലാനാണ് ഫസ്റ്റ് എവർ നാഷണൽ പ്ലാൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനുള്ള ഫസ്റ്റ് എവർ പ്ലാനാണിത് ഇന്ത്യയിലെ. എന്താണ് ഇത്? അലൈൻ ടു സെൻഡായി ഫ്രെയിംവർക്കാണ്. അപ്പോൾ സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ ഒരു 4 പ്രയോറിറ്റി തീമുണ്ട്. ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒന്നുകിൽ സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ 4 പ്രയോറിറ്റി തീം ഏത്, അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ തീം ഏതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഡിസാസ്റ്റർ റിസ്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസാസ്റ്റർ റിസ്ക്, ഇംപ്രൂവിങ് ദ ഡിസാസ്റ്റർ ഗവേണൻസ്. ഓക്കെ, ആ ഒരു ഭരണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക. ഇൻവെസ്റ്റിംഗ് ഇൻ ഡിസാസ്റ്റർ റിഡക്ഷൻ, മിറ്റിഗേഷൻ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, ഏർലി വാർണിംഗ് ആൻഡ് ബിൽഡിംഗ് ബാക്ക് ബെറ്റർ ഇൻ ദ ആഫ്റ്റർ മാത്ത് ഓഫ് എ ഡിസാസ്റ്റർ. അപ്പോൾ ഡിസാസ്റ്ററിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, ഏർലി വാർണിംഗ് കൊടുക്കുക, ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അതിനിപ്പോൾ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേരള ഫ്ലഡ് വന്നതിന് ശേഷം കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു. അതുപോലെ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് പണ്ടത്തേക്കാളും മെച്ചമായിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രദേശത്തെ, അതൊരു ലക്ഷ്യം. നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അത് നമുക്കറിയാം, നമ്മുടെ 2005 നാഷണൽ ലെവലിൽ ഉള്ള ആക്ടിൻ്റെ കീഴിൽ വന്നതാണ്. അപ്പം കേരളത്തിൽ നിലവിൽ 2007 മെയ് 4 മോട്ടോ എന്ന് പറയുന്നത് ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സുരക്ഷായാനം എന്നാണ് മോട്ടോ എന്ന് പറയുന്നത്. ഇതിൻ്റെ CM നമ്മൾ പറഞ്ഞു, എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. പിന്നെ അതിൽ പറഞ്ഞു ഏതൊക്കെ കൺസേൺഡ് മിനിസ്ട്രി ഏതൊക്കെയാണെന്നുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും തീരുമാനിക്കും. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കൺസേൺഡ് മിനിസ്ട്രി ഏതൊക്കെയാണ്? റവന്യൂ മിനിസ്റ്റർ ഉണ്ട്, എക്സ് ഒഫീഷ്യോ വൈസ് ചെയർമാനാണ്. ഇത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും, പല എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്, വൈസ് ചെയർമാൻ ആരാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ എക്സ് ഒഫീഷ്യോ കുറേ മെമ്പേഴ്സ് ഉണ്ട്, അതായത് അഗ്രികൾച്ചർ മിനിസ്റ്റർ ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, ഉദാഹരണമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണല്ലോ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചീഫ് ഒഫീഷ്യോ ഓഫീസർ എന്ന് പറയുന്നത്, CEO. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഉണ്ട്, റവന്യൂ ഉണ്ട്. ഈ റവന്യൂവിനൊരു പ്രത്യേകത, ഇദ്ദേഹമാണ് കൺവീനറായിട്ടുള്ളത് ഈ അതോറിറ്റിയുടെ. then കേരള സ്റ്റേറ്റ് എമർജൻസി റെസ്പോൺസ് ഓപ്പറേഷൻ സെൻറ്റർ, അതിൻ്റെ ഹെഡ് ആണ് ഇതിൻ്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി 2010. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് നമ്മുടെ ചീഫ് സെക്രട്ടറി തലവനായിട്ടിരിക്കുന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ച ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി നമുക്ക് നോക്കാം. ടു ഡെവലപ്പ് എൻഷുർ പോളിസി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ടെക്നോ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ്. To develop and maintain proactive governance and systems and promote research and development for disaster risk management, for appropriate disaster prevention, mitigation and preparedness measures and strategies. അപ്പോൾ എന്താണ് ഒരു ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് എന്താണ്?
എങ്ങനത്തെ പോളിസി ആയിരിക്കണം? ഇൻസ്റ്റിറ്റ്യൂഷണൽ ടെക്നോ ലീഗൽ ഫ്രെയിംവർക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ പ്രൊയാക്റ്റീവ് ഗവേണൻസ് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രൊയാക്റ്റീവായിട്ട് പ്രവർത്തിക്കുക, റിസർച്ച് നടത്തുക, ഡെവലപ്മെൻറ്റ് നടത്തുക. ടു എസ്റ്റാബ്ലിഷ് എഫക്റ്റീവ് ഡിസാസ്റ്റർ ക്രൈസിസ് മാനേജ്മെൻറ്റ് ത്രൂ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡീലിംഗ് വിത്ത് ഓൾ ആസ്പെക്റ്റ് ഓഫ് എമർജൻസി. എല്ലാ കാര്യങ്ങളെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ്, എഫക്റ്റീവ് ക്രൈസിസ് മാനേജ്മെൻറ്റ് രൂപീകരിക്കുക. ടു സ്ട്രെങ്തൻ ദ കേപ്പബിലിറ്റീസ് ആൻഡ് റെസിലിയൻസ് ഓഫ് വൾണറബിൾ കമ്മ്യൂണിറ്റി. ഇപ്പോൾ വൾണറബിൾ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഈ കടൽ തീരത്ത് താമസിക്കുന്നവരൊക്കെ, ചെല്ലാനും ഇഷ്യൂ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കടൽ തീരത്ത് താമസിക്കുന്നവർ വൾണറബിൾ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ പ്രത്യേകിച്ചും വിമണ്ണെ എംപവർ ചെയ്യുക ദുരന്തങ്ങൾ നേരിടാൻ. ഓക്കെ, അതൊരു ലക്ഷ്യമാണ്. നെക്സ്റ്റ്, ബിൽഡ് കപ്പാസിറ്റീസ് ആൻഡ് പ്രൊമോട്ട് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പേഴ്സണൽ ദാറ്റ് വുഡ് ഫെസിലിറ്റേറ്റ് എഫിഷ്യൻറ്റ് എഫക്റ്റീവ് പ്രീ ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്താണ്, കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് നടത്തുക. ടു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ആസ് എൻവിസേജ്ഡ് ഇൻ DM Act 2005 ആൻഡ് ടു മെയിൻ സ്ട്രീം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ടു ഡെവലപ്മെൻറ്റൽ പ്ലാനിങ്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 പറയുന്ന പോലെ തന്നെ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് കൊണ്ടുവരിക, ഇതെല്ലാം ഈ പ്ലാനിൻ്റെ ഭാഗമാണ്. പിന്നെ സ്റ്റേറ്റ് നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണിത്. കാരണം ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഈസിയാണ് മനസ്സിലാക്കിയിരിക്കാൻ. അപ്പോൾ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നമുക്കറിയാം, റവന്യൂ മിനിസ്റ്ററാണ് ഇതിൻ്റെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്ന് പറയുന്നത് SDMA. അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്, അതിൻ്റെ സെക്രട്ടറിയാണ് ഇതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ. അപ്പം എന്തായാലും നമുക്കറിയാം, ഈ ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ്. ഓക്കെ, ദ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ മാനേജ്മെൻറ്റ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് ഇൻക്ലൂഡ് വാട്ടർ, ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രധാനമായിട്ടും വാട്ടറും ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടും ജിയോളജിക്കൽ ഡിസാസ്റ്ററായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഡിസാസ്റ്റർ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം ഷാൾ ബി ദ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ മാനേജ്മെൻറ്റ് ഓഫ് man-made and human-induced disasters including air and rail accident. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം ആണ് ഏകോപിപ്പിക്കുന്നത്. ദെൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രൈം എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട് കോവിഡ് പാൻഡമിക് അല്ലേ. കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റേഴ്സും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം എങ്ങനെയാണ് നേതൃത്വം നൽകിയത് നമുക്കറിയാം. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഷാൾ ബി ദ നോഡൽ ഏജൻസി ഫോർ കെമിക്കൽ, ബയോളജിക്കൽ ആൻഡ് റേഡിയോളജിക്കൽ ന്യൂക്ലിയർ disasters. Then factories and boilers department shall be the nodal department for industrial accidents and department shall work in tandem with industries department in the event of a disaster. ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടാകുകയാണെങ്കിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും ആണ് ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് പെസ്റ്റ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്യാറ്റിൽ എപ്പിഡമിക്സ്, പെസ്റ്റ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ക്യാറ്റിൽ എപ്പിഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും ആണ് നേരിടുന്നത്. ദെൻ ഇറിഗേഷൻ ആൻഡ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, PWD ഡിപ്പാർട്ട്മെൻറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ചേർന്നാണ് ഡാം ബേസ്റ്റ് പോർട്ടൽ അല്ലെങ്കിൽ മേജർ ബിൽഡിംഗ് കൊളാപ്സ് ഒക്കെ നേരിടുന്നത്. നമുക്ക് ശ്രദ്ധിക്കണം, ബിൽഡിംഗ് കൊളാപ്സ് ഒക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് നേരിടുന്നത്. ദെൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്വിയസ്ലി ഫോറസ്റ്റ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും സാധ്യതയുള്ളത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ, കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ആയിട്ട് ബന്ധപ്പെട്ട ആ പോളിസിക്കുള്ളിൽ പറയുന്ന 5 കാറ്റഗറി ഡിസാസ്റ്റർ ഏതൊക്കെയാണ്, പിന്നെ ഈ കൺസേൺഡ് നോഡൽ മിനിസ്റ്റർ ചോദിക്കാം, ഏത് അതോറിറ്റിയാണ് പ്ലാൻ ഉണ്ടാക്കുന്നത് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏത് അതോറിറ്റിയാണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ സെക്ഷൻസ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ചോദിക്കാൻ സാധ്യത കാണുന്നില്ല, കാരണം ഇമ്പോർട്ടൻ്റ് ആക്ട് ഭാഗത്ത് നിന്നല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് നിങ്ങളുടെ മനസ്സിൽ വരച്ചിട്ടതുപോലെ ഉണ്ടായിരിക്കണം. നാഷണൽ ലെവലിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, അതിൻ്റെ കീഴിൽ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, ഹോം അഫേഴ്സാണ് നോഡൽ മിനിസ്റ്റർ, അതിൻ്റെ കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വരച്ചതുപോലെ തന്നെ ഓർമ്മയിലിരിക്കണം. ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ ഈ ആക്ട് നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കും. ഓക്കെ.